ഹലോ കുട്ടികളെ, അപ്പം +2 മാത്സ് എക്സാമാണ് തിങ്കളാഴ്ച. ഇതുവരെയും +2 മാത്സ് പഠിച്ച് തുടങ്ങാത്ത കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് മാത്സ് അറിയാത്ത കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ. നിങ്ങളൊരു 10-12 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നമുക്ക് ഷുവറായിട്ട് പാസ്സാകാൻ പറ്റും. ഓക്കെ, ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം, ആർക്കായാലും പഠിക്കാൻ പറ്റുന്ന ഒരു 3 ചാപ്റ്റർ ഉണ്ട്. മെട്രിക്സ്, ഡിറ്റർമിനൻസ്, വെക്റ്റേഴ്സ്, LPP 4 ചാപ്റ്റർ. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകും. ഞാൻ ഈ വീഡിയോയിൽ തരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ കണ്ടോ, ആൻസേഴ്സ് മീൻസ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിനെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. ചിലപ്പോൾ മെട്രിക്സും ഡിറ്റർമിനൻസ് ഒക്കെ ചാപ്റ്റർ വൈസ് ഇട്ടിട്ടുണ്ട്. കാരണം നിങ്ങളത് കാണണം. കാരണം മെട്രിക്സ് ഒരു ക്വസ്റ്റ്യനിൽ കയറുമ്പോൾ അത് മനസ്സിലാവത്തില്ല, ആ ചാപ്റ്റർ പഠിച്ചാലേ മനസ്സിലാവും. അപ്പോൾ അത് തൽക്കാലം നിങ്ങൾ കണ്ട് പഠിച്ചു പറ്റും. 3-4 ചാപ്റ്റർ പഠിച്ചാൽ അതൊക്കെ ഷുവറായിട്ട് +2 മാത്സ് ജയിക്കാം. പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം +2ൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് എല്ലാ വർഷവും മാത്സ് ടഫ് തന്നെയാണ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, പക്ഷേ ഒരു 20-25 മാർക്കിനോളം ഈസി ക്വസ്റ്റ്യൻസും ബാക്കി അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസുമാണ് സാധാരണ +2 മാത്സിൽ ഇടാറുള്ളത്. ഓക്കെ, ടഫാക്കാനാണെങ്കിൽ വെളിയിൽ നിന്ന് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് കണ്ടുവരാറില്ല. കുറച്ചൊരു 5-6 മാർക്കിനെ വരാറുള്ളത്. ഗ്രാഫൊക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമ്മളൊക്കെ +2 അറിയാം. +1 ഒരു ടെക്സ്റ്റേ ഉള്ളൂ. +2 2 ടെക്സ്റ്റ് ഉണ്ട്. 13 ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് +2. അല്ലെ? പക്ഷെ കമ്പയർഡ് ടു ആരാണ് +1 കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കണ്ടന്റ് പഠിക്കാനുണ്ട്. പക്ഷെ ഒരുവിധം പഠിക്കുന്ന കുട്ടിക്ക് ഈസിയാവും. ഒന്ന് ഡിഫറൻസിയേഷൻ്റെ ഒരു സെക്ഷനും ഒരു കാൽക്കുലസിൻ്റെ ഒരു സെക്ഷനും പിന്നെ ഒരു ആൽജിബ്രയുടെ സെക്ഷനും ആയിട്ട് അങ്ങ് പോകുന്നതുകൊണ്ട് പഠിക്കാൻ കുറച്ച് ഈസിയാണ്. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ടഫാക്കാനാണെങ്കിൽ ഇൻ്റഗ്രേഷൻ ടഫാക്കണമെങ്കിൽ അതിൽ തന്നെ കിടിലൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം വെളിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടേണ്ട ആവശ്യമില്ല. 10-500 ക്വസ്റ്റ്യനോളം ഇൻ്റഗ്രേഷൻ ചാപ്റ്റർ തന്നെ ഉണ്ട്. വെളിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസേ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അങ്ങനെ പിന്നെ ചില ചാപ്റ്റേഴ്സ് ഇപ്പോൾ LPPയിൽ ഗ്രാഫ് വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻ ചോദിച്ചാലേ പറ്റും, വേറെ ക്വസ്റ്റ്യൻ ഇല്ല. അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സിൽ ചില ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പം ഡിറ്റർമിനന്റ് എന്ന ചാപ്റ്റർ പഠിക്കുന്നത് നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഇട്ടേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ചില ചാപ്റ്റേഴ്സിൽ നിന്ന് പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ വന്നേ പറ്റൂ. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരയാണ്. ഇത് നിങ്ങൾ മിനിമം ഇതെങ്കിലും നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് അഫ്കോഴ്സ് ഞാൻ ഡിറ്റർമിനൻസിലെ ചാപ്റ്റർ ആണ്. നമ്മൾ ഒരു ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറയും. അത് 100% നമുക്ക് കിട്ടും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ്, നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി. ഒരുവിധം പഠിക്കുന്ന കുട്ടികൾ ഇത് പഠിക്കുക. നമുക്കൊരു ഇങ്ങനെ ലിമിറ്റ്സിൻ്റെ ടോപ്പിക്കിൽ നമുക്ക് എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, കെയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ ചില കുട്ടികൾക്ക് ഡിഫറൻസിയേഷൻ അറിയായിരിക്കും. ഞാൻ ഡിഫറൻസിയേഷൻ ചാപ്റ്റർ വീഡിയോ ചെയ്തിട്ടുണ്ട്, 10 വീഡിയോകളുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഇട്ടേക്കാം. നിങ്ങൾ വേണമെങ്കിൽ കാണുക, ഞാൻ പ്ലേലിസ്റ്റ് തരാം. അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് ഡെറിവേറ്റീവ് ഡിഫറൻസിയേഷൻ മനസ്സിലാവും. അടിപൊളിയായിട്ട് ആ ക്ലാസ് എടുത്തിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതറിയാമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഈ വർഷം എക്സാമിന് ചോദിക്കാം സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ തരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. അതുപോലെ തന്നെ നമ്മൾ ഡിഫറൻസിയേഷനിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇൻക്രീസും ഡിക്രീസും മനുഷ്യ വളരെ ഈസിയായി ഈ ക്വസ്റ്റ്യൻ. അതേപോലെ മാക്സിമം മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ, അല്ല ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, 0 ഇക്വറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഇതാണ് ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ്, ഷുവർ ക്വസ്റ്റ്യൻ. പിന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് അറിയാമെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. ഇതും വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കൂ. ഇത് ബേസിക് ഡിഫറൻസിയേഷൻ ആവശ്യമുള്ളൂ. ഒരു ആവറേജ് കുട്ടിയൊക്കെ ഇത് ബേസിക് ആയിട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഞാൻ തരുന്ന ഷുവർ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, നമ്മൾ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. വേറെ ഒന്നുമില്ല, ഒരു ലൈൻ തന്നിട്ട് അതിനെ പെർപെൻഡിക്കുലർ ലൈൻ കണ്ടുപിടിക്കാൻ പറയും. നിങ്ങൾ പെർപെൻഡിക്കുലർ ലൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഞാൻ ഇതിൽ തന്നെ ചെയ്തു തരാം കേട്ടോ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, എന്താണ് ശ്രദ്ധിച്ചിരുന്നോ നിങ്ങൾ? ഈ x-1 = y = z എന്ന വ്യൂമാരുടെയൊക്കെ ഡിനോമിനേറ്റർ നോക്കണം. ഡിനോമിനേറ്റർ ഇല്ല, എന്തോ 1 എന്നാ മീനി. ഇവൻ്റെ ഡിനോമിനേറ്റർ 1 എന്നാ മീനി, ഇവൻ്റെ ഡിനോമിനേറ്റർ 1 എന്നാ മീനി. ഈ 2 ലൈൻസിൻ്റെ കാർട്ടീഷ്യൻ ഫോമാണ് തന്നിരിക്കുന്ന. 2 ലൈൻസിൻ്റെ ഇക്വേഷൻ തന്നിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണോ അല്ലേന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. പെർപെൻഡിക്കുലർ ആണോ അല്ലേന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ബി വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിലുള്ള വെക്റ്റേഴ്സ് ഇവന്മാർ ഇതെന്ന് പറഞ്ഞാൽ i+j+k എന്ന, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ i+2j+3k എന്ന ഡിനോമിനേറ്ററുള്ള വെക്റ്റർ. ഇവന്മാരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുമെന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് പറഞ്ഞാൽ തന്നിക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൽ ഇവിടെ ആരെങ്കിലും 1 1 1 അല്ലേ, ഈ 1 ഇൻറ്റു ആദ്യത്തെ വെക്ടറിന്റെ ഡിനോമിനേറ്ററിൽ ആരാണ് 1 പ്ലസ് എഗെയിൻ അടുത്ത് വൈയുടെ 1 ഇൻറ്റു വൈയുടെ ഡിനോമിനേറ്റർ ആരാ 2 പ്ലസ് അടുത്ത് ഇസന്റെ ഡിനോമിനേറ്ററിലുള്ള ആൾ 1 ഇൻറ്റു ഇവിടെ ഇസന്റെ ഡിനോമിനേറ്റർ ആരാ -3.
ഇത്രയും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കും. ഇവിടെ 1 2 3 -3 അപ്പൊ 3 - 3 എന്ന് കിട്ടും. അപ്പൊ 0. ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് 0 കിട്ടുകയാണെങ്കിൽ അവർ പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. പ്രൊവൈഡഡ് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ എപ്പോഴും x - a എന്ന് പറയുന്ന രീതിയിലായിരിക്കണം ന്യൂമറലിൽ തരേണ്ടത്. തിരിച്ചൊക്കെ ആണെങ്കിൽ നെഗറ്റീവ് ഒക്കെ പുറത്തെടുക്കണം. പക്ഷെ ആ രീതിയിൽ ചോദിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ 2 ലൈൻ തന്നിട്ട് പെർപെൻഡിക്കുലർ ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഡിനോമിനേറ്ററുള്ള വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അതിനെ അവരെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിലുള്ള ആൾക്കാരെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടിയാൽ അവരാണ് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇതിന്റെ ആൻസർ എ ആണ്. ഇത് നോക്കാം. പിന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇത് 1 മാർക്കിന് ചോദിക്കും കേട്ടോ. വെറുതെ കിട്ടുന്ന മാർക്ക് അതാണ്. നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇത് സെപ്പറേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ്, അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. വെക്ടർ ഇത് ചേർത്തേ ചോദിക്കുള്ളൂ കേട്ടോ. ഇതിനൊരു 3 മാർക്ക്, ഇതിനൊരു മാർക്ക്, 4 മാർക്ക് അങ്ങനെ കണക്ട് ചെയ്തായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറ്. അപ്പം ഇതിനാണ് സാധ്യത. അല്ലെങ്കിൽ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് പകരം, ഈ ക്വസ്റ്റ്യന് പകരം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പകരം ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻ എന്നാക്കും. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻ. ഒന്നുകിൽ 2 ലൈൻസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഈ 2 ലൈൻസിനിടയിലുള്ള ആംഗിൾ ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ ആണേ? സംശയം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്നുകിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കുക 2 ലൈൻസിനിടയിൽ, അല്ലെങ്കിൽ 2 ലൈൻസിനിടയിലുള്ള ആംഗിൾ, ഇതിൽ ഒരെണ്ണം ചോദിക്കാം. ഇനി വേറൊരു കേസ് ഉണ്ട്. ഇതും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കി, ഇത് കാർട്ടീഷ്യൻ ഫോമിലാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാനാണ് ഞാൻ സാധ്യത കൂടുതൽ കാണുന്നത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ്, അതിന്റെ പല വെറൈറ്റി പറയാണ്. കാർട്ടീഷ്യൻ ഫോമിൽ തന്നിട്ട് അതിന് ആദ്യം എന്ത് ചെയ്താൽ പറയും, വെക്ടർ ഇക്വേഷനിലാക്കാൻ പറയും. എന്നിട്ട് അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും. കാർട്ടീഷ്യൻ ഫോമിൽ നിന്ന് വെക്ടർ ഇക്വേഷൻ ആക്കി എളുപ്പമാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്, ബേസിക് കാര്യമാണ്. ജസ്റ്റ് ഒരു വീഡിയോയിൽ ഇട്ട് പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും കാർട്ടീഷ്യൻ തന്നിരുന്നാലും വെക്ടറിലാക്കിയിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ബയേസ് തിയറത്തിന്റെ പ്രോബ്ലം. അഫ്കോഴ്സ് ഷുവർ പ്രോബ്ലം ആണ്. നിങ്ങൾ തൽക്കാലം അല്ലെങ്കിൽ ബയേസ് തിയറത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ നോക്കേണ്ട ബോളിന്റെ പ്രോബ്ലംസ് തന്നെ നോക്കുക. പിന്നെ നെറ്റും ബോൾട്ടും, മെഷീൻ എ, മെഷീൻ ബി, മെഷീൻ സി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നെറ്റും ബോൾട്ടും എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട്. പറ്റുന്നവർ അത് പഠിക്കുക കേട്ടോ. ഞാൻ ബയേസ് തിയറത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെക്ടറിൽ ഇത് തന്നെ ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യൻ ആണേ, വേറെ ഒന്നുമില്ലടാ. 2 വെക്ടർ വന്നിട്ടുണ്ട്. എ ബി ബി സി എ സി കണ്ടുപിടിക്കുക. ആ 2 വെക്ടേഴ്സിനുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. ഞാൻ ഈ വെക്ടർ എടുത്തതാണ്. ഫൈൻഡ് എ വെക്ടർ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ബി ആൻഡ് എ സി ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഞാൻ കണ്ടുപിടിക്കുക. ഞാൻ വെക്ടറിന്റെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അതിനപ്പുറം വേറെ ക്വസ്റ്റ്യൻ വെക്ടർ ചെയ്യുന്നില്ല. ഏത് വന്നാലും 6 മാർക്ക് വെക്ടർ ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ ലൈവ് മാത്രം കാണുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണും. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കാണുക. 100% നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് അടിപൊളി ലൈവാണ്. അതിൽ കിട്ടില്ല ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 100% നിങ്ങൾക്ക് അത് മനസ്സിലാവും. നെക്സ്റ്റ്, LPP വരയ്ക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. LPP വരയ്ക്കാൻ വേണ്ടി 100% നിങ്ങൾക്ക് മാർക്ക് കിട്ടും. LPP നിങ്ങൾക്ക് 100% മാർക്ക് കിട്ടും. ഓക്കെ, LPP നിങ്ങൾക്ക് 100% മാർക്ക് കിട്ടും. 1 മാർക്ക് പോലും LPP എന്ത് ചെയ്യത്തില്ല, പോകില്ല. ക്ലിയർ? സംശയം ഉണ്ടോ? നെക്സ്റ്റ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ആണ്. ചുമ്മാ ഒരു റിലേഷൻ എന്നിട്ട് സിമെട്രിക് ആണോ, റിഫ്ലക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഓക്കെ, അതേപോലെ തന്നെയാണ് 1 ആണോ 1 ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. റിലേഷൻ ഫംഗ്ഷന്റെ വീഡിയോ ഞാൻ 2-3 ക്ലാസ് ആയിട്ട് ലൈവ് എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, റിലേഷൻ ഫംഗ്ഷനും മെട്രിക്സും ഒക്കെ ഞാൻ ക്ലാസ് ലൈവായിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങൾ അത് കാണുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പോലും നോക്കേണ്ട ആവശ്യമില്ല. അതിൽ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഉണ്ട്. സൂപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഫുൾ മാർക്ക് ഗ്യാരണ്ടിയാണ്. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ ഇത് കോമ്പോസിഷൻ എഴുതാനാ, എളുപ്പമാണ്, നിങ്ങൾക്കിത് മനസ്സിലാവും. then ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാ ഈ വർഷം ചോദിക്കാം കേട്ടോ. റിലേഷൻ ഫംഗ്ഷനിലെ ക്വസ്റ്റ്യനാ. ഒന്ന് കോമ്പോസിഷൻ കണ്ടുപിടിക്കാനും പിന്നെ എന്താണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും. ഫംഗ്ഷൻ ഇൻവേർട്ട് ഭയങ്കര ഈസിയാണ്. ഈ 2 ക്വസ്റ്റ്യൻ നോക്കി കോമ്പോസിഷനൊക്കെ ഭയങ്കര ഈസിയാണ്, മാർക്ക് കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇത് ഷുവർ ക്വസ്റ്റ്യൻ. മെട്രിക്സ് ഇത്രയും നോക്കിയാൽ മതി നിങ്ങൾ. പക്ഷെ മെട്രിക്സ് ചാപ്റ്റർ പഠിക്കുക, അതിൻ്റെ ഇത് നോക്കുക. വേറെ ക്വസ്റ്റൻസും ഉണ്ട്, പക്ഷെ ഇതിനാണ് ചോദിക്കുന്നത്. ഒന്ന് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ സ്ക്യൂ സിമെട്രിക് സിമെട്രിക്കായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ ഇങ്ങനെ ഒരു മെട്രിക്സ് എന്നിട്ട് a² + 5y a + 7 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം നമ്മൾ. ഇതേ ഉള്ളൂ മെട്രിക്സിലെ ക്വസ്റ്റ്യൻസ്. ഷുവർ ആയിട്ട് ഇത് കിട്ടും കേട്ടോ നിങ്ങൾക്ക് മെട്രിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിറ്റർമിനൻസിൽ സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ്റെ കൂടെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ വരാം. വേറെ ഒന്നുമില്ല, ഒരു ട്രയാങ്കിളിന്റെ ഒന്നെങ്കിൽ പോയിന്റ്സ് തന്നിട്ട് ട്രയാങ്കിളിന്റെ എന്താണ് ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കും. അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇത് ഞാൻ
പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഡിറ്റർമിനൻസ് എന്ന വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ നോക്കി പഠിക്കുക, ഭയങ്കര ഈസിയാണ്, നിങ്ങൾക്കിത് മാർക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ് കേട്ടോ, നോക്കുക, ഇത് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റഗ്രേഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ നിങ്ങൾക്ക്. ജസ്റ്റ് പിന്നെ ഞാൻ ഇൻ്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ഇട്ടിക്കുന്നതാണ്. ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ ആൻസർ π/4 ഇത് ചെയ്ത് നോക്കുക, ഇത് ഈസിയാണ്, ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ. ഈ 4 എണ്ണത്തിൽ നിന്ന് ഇൻ്റഗ്രേഷനിൽ നിന്ന് ഒരു 3 to 4 മാർക്ക് 100% കിട്ടും. ഈ 4 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ഈ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഭയങ്കര ഈസിയാണ്. പിന്നെ ലീനിയർ അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിരിക്കും ഈ വർഷം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ചോദിക്കുന്നത്. ലീനിയറിനാണ് സാധ്യത കൂടുതൽ, അപ്പം പഠിച്ചോളുക. ഓക്കെ, ഇത് ലീനിയർ ആണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതേതാ? ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. അത് നിങ്ങൾ ചെയ്യും, ബേസിക് ആണ്. ഹോമോജീനിയസ് സാധ്യത ഇല്ല എന്നല്ല, സാധ്യത ഉണ്ട്. ഹോമോജീനിയസ് ചോദിച്ചാൽ 6 മാർക്ക് അതിന് തന്നെ കിട്ടും. അതാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഏത് വേണം നമുക്ക് പറയാം. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പാസ് മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇത്ര ഈ ഒരു 10-12 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇത് പഠിച്ചാൽ 100% നിങ്ങൾ ജയിക്കും. 10-12 ക്വസ്റ്റ്യൻ എങ്കിലും പഠിക്കാൻ പറ്റാൻ നമ്മൾ എങ്ങനെയാ +2 മാത്സ് ജയിക്കുക? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ എങ്കിലും, ഇപ്പൊ സപ്പോസ് ഇതാണ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടി, നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കത്തില്ലേ? അതേപോലെ ഇരുന്ന് പഠി. എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഇതൊക്കെ ആയിരിക്കാം ചോദിക്കാൻ സാധ്യതയുള്ള ഫോർ പാസ് മാർക്ക്. അപ്പം നിങ്ങളുടെ എനിക്ക് നേരത്തെ ക്വസ്റ്റ്യൻ തന്നിട്ട് എക്സാം എഴുതാൻ പറയാണ്, നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ കുത്തിയിരുന്ന് എന്ത് ചെയ്യുക? പഠിക്കുക. സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഓരോ ഇത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണേ? അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചോളുക. ഇത് എക്സാമിന് ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, എക്സാമിന് ചോദിക്കും കേട്ടോ. ഇത് ഇതിൻ്റെ PDF ഞാൻ ഈ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം. ഇനി ഓരോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിടാം. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അത് ആൻസർ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ദെൻ ബൈ.